ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്ലോഗ് സ്പോട്ട് ഓഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേക്ക് ഞാൻ ചെയ്യണതല്ല, എൻ്റെ അമ്മ ചെയ്ത് കാണിക്കണം ഒരു മുട്ടക്കറി കൂട്ടാൻ വയ്ക്കണത് എങ്ങനെയെന്നുള്ളതാണ്. നാടൻ ടൈപ്പിൽ മുട്ട കൂട്ടാൻ എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഇന്നേക്ക് ഞാൻ കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു 10 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് അതിലേക്ക് എന്തൊക്കെ റെസിപ്പിയാണ് ചേർക്കണം എന്നുള്ളതൊന്ന് കാണാം. നമുക്ക് നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഇത്തിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നത്? തേങ്ങ, ആ, പെരുംജീരകം, ആ, ചെറിയ ഉള്ളി, ആ, കറിവേപ്പില, ആ, വെളുത്തുള്ളി, തേങ്ങ, പെരുംജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു പട്ടയുടെ കഷ്ണം ഒക്കെ ചേർത്തത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തേങ്ങ ഇതിന് മസാല റെഡിയാക്കുകയാണ് കേട്ടോ. മുട്ടക്കറിക്കുള്ള മസാല റെഡിയാക്കുകയാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൈ ആവണ്ടെന്നാണ് പറയണത്. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട അല്ലേ? ഇത്രയും ഫ്രൈ ആയാൽ മതി എന്നാണ് പറയണത്. നല്ല തേങ്ങ പക്ഷേ ഒരു മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുക്കുകയാണ്. അപ്പോൾ ഇതെടുത്ത് ഇത് അരയ്ക്കണം അല്ലമ്മ. നന്നായിട്ട് ചൂടാറിന് ശേഷം അരയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്താ എനിക്കറിയില്ല. ഞാൻ കുക്കറിലാണ് ഇവരിപ്പോൾ ഈ മുട്ട കൂട്ടാൻ വെക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പം എണ്ണ നല്ല മൂത്തപ്പോൾ അതിലേക്കൊരു പട്ടയുടെ ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട്. എന്താ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ അതിലേക്ക് ചെറിയ ഒരു രണ്ട് സവാള ചെറുതാക്കി മുറിച്ചത് അതിലേക്ക് ഇടുന്നുണ്ട്. എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. കറിവേപ്പില, ഇപ്പോൾ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. കണ്ടില്ലേ, എൻ്റെ അമ്മ ചെയ്ത് വെച്ചിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ കിച്ചണിൽ ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പക്ഷേ കാണാണ്ടില്ല. ഇതേപോലെ വീടിൻ്റെ ഉള്ളിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇനിയൊരു ദിവസം ഇടാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത്രയും മൂത്താൽ മതിയില്ല അമ്മ. ഇപ്പം എന്താ ഇടാൻ പോണത്? മുളക് പൊടി ചേർക്കുന്നുണ്ട് ലേശം. ഒരു ചെറിയ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടാവും മുളക് പൊടിയിട്ട്. ഇത് ഗരം മസാല ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ, ചെറിയ സ്പൂൺ 2 സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇതെന്തമ്മ? മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് പക്ഷേ എൻ്റെ അമ്മേനെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിയ മല്ലിയൊന്നുമല്ല. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്.
നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തക്കാളി, രണ്ട് തക്കാളി ഉണ്ടമ്മ, 2 തക്കാളി 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റണം. മസാല നന്നായിട്ട് ഇളക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മുട്ടക്കറിക്ക് വയ്ക്കുമ്പോൾ പാനിലൊക്കെ നമ്മളിങ്ങനെ കുക്കറിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. പക്ഷേ എൻ്റെ അമ്മ അത് ചെയ്യണം കുക്കറിലാണെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നത്. കുക്കറിലിപ്പോൾ എങ്ങനെ ഒരു മുട്ടക്കറി വെക്കണം എന്നുള്ളത് കാണിച്ചു തരാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ലേശോടി ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, നിറയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ലേശം വെള്ളം കാണില്ലേ, ലേശം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇല്ല, ഇത് നല്ല മൂടി വെച്ചിട്ട് എത്ര വിസിൽ വേണമ്മ? 2 വിസിൽ വരണ വരയ്ക്കും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ തേങ്ങ ഞാൻ കാണിച്ചു. തേങ്ങ, പെരുംജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പട്ട, കറിവേപ്പില അത് അരച്ചെടുത്തതാണ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് ഇതിനെ ഇവർ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ചണ്ടി തേങ്ങ വേണ്ട, അതിൻ്റെ വെള്ളം മാത്രം മതി എന്നുള്ള ഒരു ഇതിൽ തേങ്ങാപ്പാൽ എടുക്കണം. മാതിരി നമ്മൾ തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കില്ല, അതേമാതിരി ഇത് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ അരിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കണത്. അപ്പോൾ തേങ്ങ വേണ്ടതാണ്, തേങ്ങാപ്പാൽ മാത്രം മതി, അതിൻ്റെ അരച്ച വെള്ളത്തിൻ്റെ വെള്ളം മാത്രം മതി, തേങ്ങ വേണ്ട. ഇപ്പം കണ്ടില്ലേ, ഇത്രയോ ഇത് പാല അവർ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ അമ്മ. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്നിട്ട് കുക്കറൊക്കെ തുറന്നിട്ടുണ്ട്. ഇതപ്പം അങ്ങനെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതായിരിക്കും ഇതപ്പോൾ അവർ ഈ തേങ്ങ അരിച്ചു വെച്ചിട്ടുണ്ടാകും, തേങ്ങാപ്പാൽ അത് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. കടന്നിപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിട്ട് അതിലേക്ക് മുട്ട ചേർക്കുകയാണ്. മുട്ട എന്ത് ചെയ്തിട്ട് പുഴുങ്ങിയിട്ട് അവർ ചെറുതായിട്ടൊന്ന് 4 പക്കം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല മസാല പിടിക്കുന്നതാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത്രയും മുട്ടയിലിടുകയാണ്. ഇപ്പം കോഴിമുട്ടയൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഇവർ എടുത്ത് വെച്ചിട്ട് കണ്ടില്ലേ, ഈ ലാസ്റ്റ് ഇടാൻ വേണ്ടി കറിവേപ്പിൻ്റെ ഇലയും ഈ മല്ലിയിലാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ആഫ്രിക്കൻ മല്ലി എന്നാണ് പറയുക ഇതിന്. കണ്ടില്ലേ, നല്ല മണമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഈ മല്ലിയിലാണ് അതിലേക്ക് ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യണം നോക്കാം. അപ്പോൾ കോഴിമുട്ടയൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ മല്ലിയില ചെറുതാക്കി കയ്യിലേ നന്നാക്കിയിട്ട് ചെറിയാക്കി മുറിച്ചിട്ട് അതിൽ ഇടുകയാണ്. മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ട്. അമ്മ തീ കുറച്ച് കമ്മിയാക്കണം അമ്മ. അപ്പോൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇത് സൂപ്പറായിട്ടുള്ളൊരു മുട്ട കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നൂൽപുട്ട്, ദോശ, എന്ത് പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.